കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്ര പോവാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നോർത്ത് ഇന്ത്യയിലേക്ക് എവിടേക്കെങ്കിലും ഒരു ട്രക്കിങ് പിടിക്കാന്നുള്ള പ്ലാനിൽ നമ്മൾ എറണാകുളം നിസാമുദ്ദീൻ വണ്ടിക്ക് ടിക്കറ്റ് എടുത്തു. ട്രെയിനിൽ ചാടി കയറി കുറച്ച് സമയം തിരിഞ്ഞളിച്ചു. സീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റായി. മംഗലാരം എത്തിയപ്പോഴത്തേക്ക് നല്ല ചൂട് ഇഡ്ഡലിയും വടയും കിട്ടി. ഇനി അങ്ങോട്ടേക്ക് തേങ്ങാ ചട്നി കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു. നാട്ടിൽ മഴ, നോർത്തിൽ നല്ല മഴയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ മഴയൊക്കെ കൊണ്ടങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് നിന്നു. പെട്ടെന്ന് ഓർമ്മ വന്നത് വിട്ട് വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ചാടി കയറി 2 ഉണ്ണിയപ്പം കുത്തിക്കയറ്റി. നല്ല ടേസ്റ്റ്. ഒരു പഴം ഉണ്ടായിരുന്നു, ഒരു പഴം കൂടി കുത്തിക്കയറ്റി. അടിപൊളി. അങ്ങനെ സമയം പോകാനായിട്ട് കുറച്ച് നേരം ലൂഡോ ഒക്കെ കളിച്ചങ്ങനെ നിന്നു. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. തൊട്ടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കമ്പനിയൊക്കെ അടിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് കഥയൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് അവരുടെ കൂടെ അങ്ങനെ നിന്നു. കുറച്ച് നേരം വീണ്ടും വിശന്നു. അണ്ടാ ബിരിയാണി ഓർഡർ ചെയ്തത്. അണ്ടാ ബിരിയാണി പൊതുവെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. 2 മുട്ടയുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി. ചിരിച്ചും കളിച്ചും തിന്നും കുടിച്ചും ഒക്കെ അടിപൊളിയായിട്ട് പോയി. പിറ്റേന്ന് രാവിലെ ഗുജറാത്ത് വഡോദര എത്തിയപ്പോഴത്തേക്കും നല്ല ചൂട് വടാപ്പ വന്നു. പൻവേൽ എത്തിയപ്പോൾ കഴിക്കണമെന്ന് വെച്ചതാണ്. പക്ഷേ പൻവേൽ എത്തിയത് രാത്രി 3 മണിക്കങ്ങണ്ട. അതുകൊണ്ട് പൻവേലിൽ നടക്കാതിരുന്ന ആഗ്രഹം ഗുജറാത്ത് എത്തിയപ്പോൾ നന്നായിട്ട് കഴിച്ചു വടാപ്പാവ്. ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് വീണ്ടും അണ്ടാ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. വൈകുന്നേരം കോട്ട രാജസ്ഥാൻ എത്തിയപ്പോൾ നല്ല ചൂട് പൂരി കിട്ടി. പൂരിയും കഴിച്ച് രാജസ്ഥാനിലെ സൺസെറ്റും കണ്ട് അങ്ങനെ നിന്നു. രാത്രി ഒരു 10 മണി 10:45 നമ്മൾ നിസാമുദ്ദീനിലെത്തി. അങ്ങനെ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ചാടി ഇറങ്ങി. അടുത്ത് നമുക്ക് നേരെ പോകേണ്ടത് ഹരിദ്വാറിലേക്കാണ്. ഹരിദ്വാറിലേക്കുള്ള ട്രെയിൻ ഉള്ളത് പുലർച്ചയ്ക്ക് 3 മണിക്കങ്ങണ്ട. കുറച്ച് നേരം ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തിരിഞ്ഞ് കളിച്ചിട്ട് 3 മണിയാകുമ്പോഴത്തേക്കും ഹരിദ്വാർ എക്സ്പ്രസ് വന്നു. ഹരിദ്വാർ എക്സ്പ്രസ്സിൽ ചാടി കയറി. സീറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് കയറി ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഒരു 7:45 8 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഹരിദ്വാർ എത്തി. ഇനി ഹരിദ്വാർ എത്തിയിട്ട് നമുക്ക് അടുത്ത് നേരെ പോകേണ്ടത് ഋഷികേശിലേക്കാണ്. പക്ഷേ ഋഷികേശിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ല. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ നേരെ ലോക്കൽ ടിക്കറ്റ് എടുത്തു. എൻ്റെ സ്ലീപ്പറിൽ കയറി. സ്ലീപ്പറിൽ കയറിയപ്പോഴത്തേക്കും TTR പിടിച്ചു. TTR കൈയും കാലം പിടിച്ച് 500 രൂപ കൊടുത്തു. 3000 ആൾ ചോദിച്ചത്. കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 500 കൊടുത്തു. 500 രൂപ സെറ്റാക്കി നമ്മളൊരു 9 മണിയോടെ ഋഷികേശ് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എല്ലാവരും പാലായനം ചെയ്യുന്ന പോലെ ട്രാക്ക് മുറിച്ച് കടന്ന് ഓടി പോകുന്നുണ്ട്. നമ്മളൊന്ന് സംശയിച്ചെന്നെങ്കിലും വീണ്ടും ഇത് തന്നെയാണ് നല്ല വഴി എന്നുള്ള രീതിയിൽ നമ്മൾ ട്രാക്കിലേക്ക് എടുത്ത് ചാടി നേരെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടി കയറി. ഇനി ഋഷികേശിലേക്ക്.